മനുഷ്യൻ ಒಂದು ಮನುಷ್ಯನು പാപത്താൽ മരിക്കുന്നു. ಪಾಪದಿಂದ ಸಾಯ್ತಾನೆ. സ്തോത്രം. ഹല്ലേലൂയ. പ്രൈസ് ലോർഡ്. ആമേൻ. പാപത്തിന്റെ ശമ്പളം എന്തുവാണ്? ಪಾಪದ ಶಂಬಳವೇನಾಗಿದೆ? മരണമാണ്. മരണವಾಗಿದೆ. മരണം എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുക? മരണವೇನು ತೋರಿಸ್ತಾ ಇದೆ? ദൈവവുമായിട്ടുള്ള ബന്ധം അറ്റുപോകാം. ದೇವರಾಗಿರೋ ಸಂಬಂಧವು ಕಳ್ಕೊಂಡಿರೋರು. സ്തോത്രം. ഹല്ലേലൂയ. ദൈവ ബന്ധത്തെ നഷ്ടപ്പെടുത്തുക, ದೇವರ ಸಂಬಂಧವನ್ನು ഇതാണ് ಕಳ್ಕೊಳ್ಳೋದಾಗಿದೆ മരണം. ಅದಾಗಿದೆ ಮರಣ. നരകത്തിൽ പോവാന്ന് പറഞ്ഞാലും ನರಕಕ್ಕೆ ಹೋಗುವುದೆಂಬುದಾಗಿ ദൈവത്തിൽ നിന്ന് അകന്ന് പോയി, തീക്കകത്തോട്ട് പോയി, ದೇವರಿಂದ ದೂರವಾಗಿ ನರಕಕ್ಕೆ ಹೋದರು ಎಂಬುದಾಗಿ. അതാണ് മരണം എന്നുകൊണ്ട് ബൈബിൾ ഉദ്ദേശിക്കുന്നത്. ಅದಾಗಿದೆ ಮರಣ ಎಂಬುದಾಗಿ ಬೈಬಲ್ ಅಲ್ಲಿ ಹೇಳ್ತಾರೆ. സ്തോത്രം. നമ്മുടെ ശരീരം മരിച്ചു എന്ന കാരണത്താൽ ನಮ್ಮ ದೇಹ ಸತ್ತಿದೆ ಎಂಬುದಾಗಿ നമ്മൾ ദൈവത്തിൽ നിന്ന് അകന്നു പോകുന്നില്ല. ನಾವು ದೇವರಿಂದ ದೂರವಾಗೋದಿಲ್ಲ. പക്ഷെ നമ്മുടെ ആത്മാവ് ಆದ್ರೆ ನಮ್ಮ ಆತ್ಮ പാപത്താൽ മരിച്ചാൽ ಪಾಪದಿಂದ ಸತ್ತರೆ നമ്മൾ ദൈവത്തിൽ നിന്ന് അകന്നു പോകും. ನಾವು ದೇವರಿಂದ അതാണ് ದೂರವಾಗುತ್ತೇವೆ. മരണം. ಅದಾಗಿದೆ ಮರಣವು. സ്തോത്രം. ഹല്ലേലൂയ. അപ്പോൾ born again എന്ന് പറഞ്ഞാൽ എന്തുവാണ്? ಪುನರ್ಜನ್ಮ ಎಂಬುದಾಗಿ ഈ ಹೇಳಿದ್ರೆ ಏನು? ബന്ധത്തെ തിരിച്ച് സ്ഥാപിക്കുക. ಈ ಸಂಬಂಧವನ್ನು ವಾಪಸ್ ಸ್ಥಾಪನೆ ಮಾಡೋದು. Praise the Lord. ಹಲ್ಲೆಲೂಯ. ആമേൻ. ഈ ആമേൻ ദൈവത്തിൽ നിന്ന് അകന്നു പോയ ದೇವರಿಂದ ದೂರವಾಗಿರುವ ഈ മനുഷ്യനെ ಈ ಮನುಷ್ಯನನ್ನು തിരിച്ച് ദൈവവുമായിട്ട് ബന്ധിപ്പിക്കുക. ವಾಪಸ್ ದೇವರಾಗಿ ಒಂದು ಸಂಬಂಧಕ್ಕೆ ಕರ್ಕೊಂಡು ಬರೋದು. ഹമാർഷ്യ എന്ന പദമാണ് ഗ്രീക്കിൽ പാപത്തിന് കൊടുത്തിരിക്കുന്നത്. ഹമാർഷ്യ. ಹಮಾರ್ಷ್ಯ ಎಂಬುದಾಗಿರೋ ಪದವಾಗಿದೆ ಗ್ರೀಕಲ್ಲಿ ಕೊಟ್ಟಿರೋದು. ആമേൻ. ഹമാർഷ്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ಹಮಾರ್ಷ್ಯ ಎಂಬುದಾಗಿ ಹೇಳಿದ್ರೆ ലക്ഷ്യം തെറ്റിപ്പോകുക എന്നാണ് അർത്ഥം. ಗುರಿ ತಪ್ಪಿ ಹೋಗುವವರೆಂಬುದಾಗಿ. ചെത്ത് എന്നൊരു പദം ഹീബ്രു കൊടുത്തിട്ടുണ്ട്. ചെത്ത്. ಚೆತ್ ಎಂಬುದಾಗಿರೋ ಒಂದು ಪದ അതിന്റെ അർത്ഥവും ലക്ഷ്യം തെറ്റിപ്പോകുക എന്നാണ്. ಅದರ ಅರ್ಥನು ಗುರಿ ತಪ್ಪಿ ಹೋಗುವುದು. ദൈവത്തിൽ നിന്ന് ದೇವರಿಂದ ഒരു മനുഷ്യൻ ദൂരെ പോവാണ്. ಒಂದು ಮನುಷ್ಯನ ದೂರ ലക്ഷ്യം ಹೋಗ್ತಾನೆ. തെറ്റിപ്പോവാണ്. ಗುರಿ ತಪ್ಪಿ മാറി 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 പോവാണ്. ದೂರ ದೂರ ಹೋಗ್ತಾ അകന്നകന്ന് പോവാണ്. ದೂರ ದೂರ ಹೋಗ್ತಾ ಇದ್ದಾನೆ. ബന്ധമില്ല, ಸಂಬಂಧವಿಲ್ಲ. ഓരോ കാര്യങ്ങളാണ് അതിന് കാരണമാകുന്നത്. ಒಂದೊಂದು ವಿಷಯಗಳಾಗಿದೆ ಅದಕ್ಕೆ ലോകത്തിലെ ಕಾರಣವಾಗುತ್ತದೆ. മനുഷ്യൻ ಲೋಕದ ദൈവത്തെ ಮನುಷ್ಯನು അറിയാതെ ദൂരെയായിരിക്കും. ದೇವರನ್ನು ತಿಳಿದೇ ദൈവത്തെ ದೂರವಾಗಿದ್ದಾನೆ. അറിഞ്ഞ മനുഷ്യൻ ದೇವರನ್ನು ತಿಳಿದಿರೋ ಮನುಷ್ಯನು പാപത്താൽ പയ്യെ പയ്യെ ദൂരെ ലോകത്തേക്ക് പോകും. ಪಾಪದಿಂದ ಮೆತ್ತಿಗೆ ಮೆತ್ತಿಗೆ ದೂರ അവന്റെ ದೂರ ജീവിതത്തിന്റെ മോഹങ്ങൾ അവനെ ദൈവത്തെ ദൂരേക്ക് ಅವನ കൊണ്ടുപോകും. ಜೀವಿತದ ಮೋಹಗಳು ಅವನನ್ನು ಮೆತ್ತಿಗೆ ದೂರದಿಂದ ದೇವರಿಂದ അവന്റെ ದೂರ ഇഷ്ടങ്ങൾ അവനെ ലോകത്തേക്ക് കൊണ്ടുപോകും. ಅವನ ಆಸೆಗಳು അങ്ങനെ ದೇವರಿಂದ പയ്യെ ದೂರ പയ്യെ ಕರ್ಕೊಂಡು പയ്യെ അവൻ നിത്യമരണത്തിലേക്ക് പോകുക. ಹೀಗೆ ಮೆತ್ತಿಗೆ ಅವನು ನಿತ್ಯ ಮರಣಕ್ಕೆ Praise the Lord. ಹಾಲೆಲೂಯ. എന്നാൽ ಆದರೆ ആമേൻ ഇവിടെ പറയുന്നത് ಇಲ್ಲಿ ಹೇಳ್ತಾ ಇರೋದು ബന്ധം പുനഃസ്ഥാപിക്കപ്പെടുന്നതാണ് ജീവൻ. ಬೆಂದವು ಪುನಃಸ್ಥಾಪನೆಗೊಳ್ಳುವುದಾಗಿದೆ ಜೀವವು. ആമേൻ. ജീവനുള്ള കല്ലായ ಜೀವವುಳ್ಳ അവന്റെ ಕಲ್ಲಾಗಿರುವ അടുക്കൽ വന്നിട്ട് ಆತನ ಬಳಿಯಲ್ಲಿ നിങ്ങളും ಬಂದು ജീവനുള്ള കല്ലുകളായി മാറുന്നുവെന്ന് ನೀವು ಜೀವವುಳ್ಳ പത്രോസ് അവിടെ എഴുതിയിട്ടുണ്ട്. ಕಲ್ಲಾಗ್ತೀರೆಂಬುದಾಗಿ ಪೇತ್ರನು Praise the ಬರೆದಿದ್ದಾನೆ. Lord. ಹಲ್ಲೆಲೂಯ. ഹല്ലേലൂയ. അവന്റെ അടുക്കലേക്ക് വന്നിട്ട് ಆತನ ಬಳಿಯಲ್ಲಿ നമ്മൾ ಬಂದು ജീവൻ പ്രാപിക്കുകയാണ്. ನಾವು ಜೀವವನ್ನು അതിന് ಹೊಂದಿಕೊಳ್ತಾ എന്ത് ಇದ್ದೇವೆ. വേണം? ആദ്യം ಅದಕ್ಕೆ ಏನ್ ಬೇಕು? ആദ്യം വേണ്ടിയത് ಮೊದಲನೇದಾಗಿ കെടുന്ന ಬೇಕಾಗಿರೋದು ബീജത്താലല്ല, ಕೆಡುವ ಬೀಜದಿಂದ കെടാത്തതിനാൽ ನಾಶವಾಗದೆ എന്ന് പറഞ്ഞാൽ ಎಂಬುದಾಗಿ നശിക്കാത്ത വചനത്താൽ ನಾಶವಾಗದೇ ಇರೋ ವಾಕ್ಯ ജീവനുള്ളതും ಜೀವವುಳ್ಳതും നിലനിൽക്കുന്നതുമായ ನೆಲೆಗೊಳ್ಳಿರುವ ദൈവത്തിന്റെ വചനത്താൽ തന്നെ ದೇವರ ವಾಕ್ಯದಿಂದಲೇ ನೀವು ആമേ വീണ്ടും ജനിച്ചിരിക്കുന്നു. ಹೊಸದಾಗಿ ಹುಟ್ಟುತ್ತೀರಾ. ജീവനുള്ളതും ಜೀವವುಳ್ಳದು നിലനിൽക്കുന്നതും. ಸದಾಕಾಲ ആ ಇರೋದು. ജീവൻ എന്ന പദം, ಆ ಜೀವವುಳ್ಳ ಪದವು, സ്തോത്രം, ആ ചൈതന്യം എന്ന പദം, ಆ ಚೈತನ್ಯ ಎಂಬುದಾಗಿ അതിനകത്ത് ಅದರ യേശു ಒಳಗೆ പറഞ്ഞ ആത്മാവുണ്ട്. ಯೇಸು ಹೇಳಿದ ഒരുവൻ ಆತ್ಮನಿದ್ದಾನೆ. വീണ്ടും ജനിക്കുമ്പോൾ ಒಬ್ಬನು ಪುನರ್ಜನ್ಮ വചനത്താലും ആത്മാവിനാലും ജനിക്കുന്നു. ವಾಕ್ಯದಿಂದಲೂ ಆತ್ಮನಿಂದಲೂ ಹುಟ್ಟುತ್ತಾನೆ. യോഹന്നാന്റെ സുവിശേഷം ಯೋಹನನ ಸುವಾರ್ತೆ 6:63 പറയുന്നു, 6:63 ಹೇಳ್ತಾ ಇದೆ, ഞാൻ നിങ്ങളോട് സംസാരിച്ച ನಾನು ನಿಮ್ಮೊಟ್ಟಿಗೆ ಮಾತನಾಡಿ വചനത്തിന്റെ അകത്ത് ವಾಕ್ಯದ ಒಳಗಡೆ ആത്മാവും ഉണ്ട്, ಆತ್ಮನೂ ಇದೆ, ജീവനും ഉണ്ട്. ಜೀವವೂ ಇದೆ. Praise the Lord. Hallelujah. 6:63 6:63 നോക്കൂ, വചനത്തിനകത്ത് എന്തുണ്ട്? ವಾಕ್ಯದೊಳಗಡೆ ಏನಿದೆ? വചനത്തിനകത്ത് എന്തുണ്ട്? ವಾಕ್ಯದೊಳಗಡೆ ಏನಿದೆ? വചനത്തിനകത്ത് ವಾಕ್ಯದೊಳಗಡೆ ആത്മാവുണ്ട്, ಆತ್ಮನಿದ್ದಾನೆ, പരിശുദ്ധാത്മാവ്. പവിത്രാത്മനിದ್ದಾನೆ. വചനത്തിനകത്ത് ವಾಕ್ಯದೊಳಗಡೆ ദൈവത്തിന്റെ ആത്മാവുണ്ട്. ದೇವರ ಆತ್ಮನಿದ್ದಾನೆ. വചനത്തിന് എന്തുണ്ട്? ವಾಕ್ಯಕ್ಕೆ ಏನಿದೆ? ജീവനുണ്ട്. ಜೀವವು ಇದೆ. ജീവനും ചൈതന്യവുമുള്ള വചനം ಜೀವವು നമ്മുടെ ഹൃദയത്തിന്റെ ನಮ್ಮ ಹೃದಯ വിചിന്തനങ്ങളെയും ಚಿಂತೆಗಳನ್ನು ഭാവങ്ങളെയും ಪಾಪಗಳನ್ನು വിവേചിക്കുന്നു. ವಿವೇಚನೆ അവന് ಮಾಡುತ್ತದೆ. മറിഞ്ഞിരിക്കുന്ന ഒന്നുമില്ല. ಆ ವಾಕ್ಯಕ್ಕೆ ಮರೆಯಾಗಿರೋದು എല്ലാം ಏನಿಲ್ಲ. അവന് ಎಲ್ಲ നഗ്നമായി മലർന്നും കിടക്കുന്നു. വചനം എല്ലാത്തിനെയും ശോധന ചെയ്യുന്നു. ವಾಕ್ಯ ಎಲ್ಲವನ್ನು വചനം എല്ലാത്തിനെയും അറിയുന്നു. ವಾಕ್ಯ ഒരു ಎಲ್ಲವನ್ನು പാപിയായ മനുഷ്യനോട് ಒಂದು ಪಾಪಿಯಾಗಿರೋ ജീവനുള്ള വചനം ಜೀವವುಳ್ಳ ഇടപെടും, ಮಾತನಾಡುತ್ತದೆ, സംസാരിക്കും, ಮಾತನಾಡುತ್ತದೆ, പാപബോധം കൊടുക്കും. ಪಾಪದ ತಿಳುವಳಿಕೆ ദൈവത്തിന് ಕೊಡುತ್ತದೆ. സ്തോത്രം. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. കാരണം എന്താണ്? ಕಾರಣವೇನೆಂತ വചനത്തിന് ജീവനുണ്ട്, ವಾಕ್ಯಕ್ಕೆ ಜೀವ ಇದೆ. വചനത്തിനകത്ത് ആത്മാവുണ്ട്. ವಾಕ್ಯದೊಳಗೆ ആത്മാവിന് എല്ലാം അറിയാം. ಆತ್ಮನಿಗೆ ಎಲ್ಲ ಗೊತ್ತು. ജീവനുള്ളതുകൊണ്ട് ಜೀವವಿರೋದ್ರಿಂದ വചനത്തിന് ഒരു വ്യക്തിയെ വീണ്ടും ജനിപ്പിക്കാൻ പറ്റും. ವಾಕ್ಯಕ್ಕೆ ಒಂದು ವ್ಯಕ್ತಿಯನ್ನು ಪುನರ್ಜನ್ಮಗೊಳಿಸಲಿಕ್ಕೆ ಸಾಧ್ಯವಾಗುತ್ತದೆ. ഹല്ലേലൂയ.